ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലേസ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെറ്റാലിക് ബോയാണ്. ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പല കളറിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഞാൻ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിനെ പറയുന്ന പേര് ഹോഴ്സ് ഹെയർ ലേസ് ആണ്. ഇത് പല സൈസും വിത്തിലും നമുക്ക് ആവശ്യത്തിന് നമുക്ക് മീറ്റർ കണക്കിന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷേപ്പിൽ വെച്ചാലും അത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ അതുപോലെ നിൽക്കും. എത്ര വീതിയുള്ളതാണെങ്കിലും നമുക്ക് അതിൻ്റെ പുറത്ത് എത്ര വർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഈ ലേസാണ്, വൈറ്റ് കളറിലെ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. ഇത് പല കളറിൽ നമുക്ക് പല ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് ചെയ്യണമെങ്കിലും എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ആ ലേസിൻ്റെ സൈഡിലുള്ള കംപ്ലീറ്റ് പോർഷനും കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കിയതിന് ശേഷം വേണം നിങ്ങളത് ഗ്ലൂ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ. ഓരോ പ്രാവശ്യവും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങളതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അതിന് ശേഷം ഞാൻ പേൾ ചെയിനാണ് നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബോൾ ചെയിൻ, പേൾ ചെയിൻ, സ്റ്റോൺ ചെയിൻ, നിങ്ങൾക്ക് ഏതാണോ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ആ സൈഡിലേക്ക് ലേസിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അത് കണ്ടില്ലേ? അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് സൈഡ് അതങ്ങ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ എഡ്ജ് അവസാനം കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ അടുത്ത സൈഡും ഞാൻ സെയിം പേൾ ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പേൾ ചെയിൻ യൂസ് ചെയ്യാം. ഇനി ഓണം തീമിന് വേണ്ടിയിട്ട് നിങ്ങൾക്കതിൽ ബോൾ ചെയിൻ ഗോൾഡൻ കളർ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റാം. ഇത് സെൻറ്ററിലെ ലേസിന് പകരം നിങ്ങൾക്ക് പേൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കത് മാറ്റി ചെയ്യാം. നോക്കിയേ, ഇതുപോലെ കറക്റ്റ് ആ ഗ്യാപ്പൊന്നും വരാതെ നമ്മൾ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അത് നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ്ങോടെ തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സൈഡൊക്കെ എഡ്ജൊക്കെ ഒന്ന് നേരെയാക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ എഡ്ജ് രണ്ട് ഭാഗവും സൈഡിലേക്ക് രണ്ട് സൈഡിലും ഞാൻ സെയിം ഉപയോഗിച്ച പേൾ ചെയിൻ തന്നെയാണ് ഒന്നും കൂടെ വെച്ച് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പോൾ വളരെ എളുപ്പവുമാണ്, പിന്നെ കുറച്ച് സമയം എടുക്കും ഇത് നമ്മൾ ഇത്രയും ഒട്ടിച്ചൊക്കെ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ നോക്കി, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സൈഡിലൊക്കെ ഉള്ള ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കറക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. രണ്ട് സൈഡ് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ വരുന്ന സ്ഥലത്തെല്ലാം ഞാൻ സ്റ്റോൺ കൊടുത്തു. നമ്മുടെ സ്റ്റോണിലെ ഡയമണ്ട് സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഡയമണ്ട് സ്റ്റോൺ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാനത് ഫിനിഷ് ചെയ്തു. സെയിം ഗ്ലൂ വെച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ ആ സ്റ്റോൺ നമുക്ക് അത്രത്തോളം അങ്ങനെ ഭയങ്കര വലിയ സ്റ്റോണോ ഒന്നുമല്ല, ഞാൻ വളരെ കുഞ്ഞു സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വലുത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, കളറായിട്ടുള്ള സ്റ്റോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനതെല്ലാം എല്ലാം ഗ്യാപ്പ് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല ഗ്യാപ്പ് ഇട്ട്. ഇനി ഇതിൽ രണ്ടിൻ്റെയും ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോൺ കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ആ സെൻറ്ററിൽ വരുന്ന പോർഷനിലുമാണ് ഞാൻ സ്റ്റോൺ ചെയിൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് അടുത്തടുത്ത് വയ്ക്കണമെങ്കിൽ അടുത്തടുത്ത് വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിക്കോളാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.